നമസ്കാരം. അങ്ങനെ കർണാടകയിലെ JDSഉം BJPയും ഒക്കെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. കേരളത്തിൽ ഒരു മന്ത്രിയും ഒരു MLAയും അവർക്കുണ്ട് എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നു. ഇവിടുത്തെ എന്തൊക്കെ പുകിലായിരുന്നു അല്ലേ ഇവിടെ. മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, അമ്പും ബില്ലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒടുവിൽ ഈ പവനാഴി ശവമായി. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മാത്യു ടി തോമസിൻ്റെയും കൃഷ്ണൻകുട്ടിയുടെയും ഒക്കെ തനി നിറം പുറത്താവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ അതുകൂടി കേട്ടോളൂ. അതായത് ഈ കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുണ്ടല്ലോ, ആ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ JDSൻ്റെ നേതാക്കളായിട്ടുള്ള മന്ത്രി കൃഷ്ണൻകുട്ടിയും ഒപ്പം തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള നേതാവ് മാത്യു ടി തോമസും, അതായത് ഇപ്പോൾ JDSൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മാത്യു ടി തോമസിൻ്റെയും വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങൾ കാണാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ആരുടെയിലാണ്? ബാംഗ്ലൂരു റൂറലിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ദേവഗൗഡയുടെ മകൻ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ട് ആ മഞ്ജുനാഥയുടെ സ്വീകരണം നൽകുന്നുവെന്നുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു. ആ പോസ്റ്ററിലാണ് ഇവിടുത്തെ LDFൻ്റെ നേതാക്കന്മാരായ ഈ കേമന്മാരുടെ ചിത്രങ്ങൾ, മന്ത്രിമാരടക്കമുള്ളവരുടെ ചിത്രങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ റെയിൽവേ ലേഔട്ടിൽ നടത്തിയിട്ടുള്ള പരിപാടിയുടെ പോസ്റ്ററിലാണ് കേരളത്തിലെ തന്നെ ഈ JDSൻ്റെ സാരഥികൾ, JDSൻ്റെ നേതാക്കൾ, ഇവർ ഇരിക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള വിവിധ പോസിലുള്ള ചിത്രങ്ങൾ അച്ചടിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊരു വിരോധാഭാസമാണിത്. JDSൻ്റെ സേവാദൾ നേതാവുള്ള ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് JDS എന്ന് പറയപ്പെടുന്നത് JDS ദേശീയ തലത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? BJPക്കൊപ്പമാണ്. കേരളത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? LDFനൊപ്പമാണ്. ഇതാ സതീശനും സുധാകരനും പറയുന്നത് CPMന് BJPയിലേക്കുള്ള ഒരു പാലമാണ് JDS എന്നാണ്. സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. അതിനുള്ള തെളിവാണ് ഇതാണ്. ഇവിടെ ഇവർ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. 10 കിലോമീറ്റർ അകലെ പോയി കഴിഞ്ഞാൽ അവർ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സീറ്റ് വേണ്ടി പ്രസംഗിക്കുന്നു. നാണമില്ലേ നേതാക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കാൻ? ഇനിയും നിങ്ങളുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് CPM മിണ്ടാതിരിക്കുന്നത് അതിശയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ എന്ത് വിഡ്ഢിത്തവും കാണിച്ചാലും കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ചവിട്ടി പുറത്താക്കണം. ആളുകളുടെയൊക്കെ കണ്ണിലിങ്ങനെ പൊടിയിടാൻ നോക്കുന്ന ഈ സംവിധാനത്തിന് BJPയോടൊപ്പം പോയി പ്രവർത്തിക്കട്ടെ ഇവരെന്ന് വിൽക്കണം. അത് മാത്യു ടി തോമസ് ആണെങ്കിലും കൃഷ്ണൻകുട്ടിയാണെങ്കിലും ഒക്കെ എന്തൊക്കെ ഡയലോഗുകളാണ് ഇവർക്ക് വെച്ച് കാച്ചുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അതൊന്നും ഇവിടുത്തെ സാധാരണക്കാരുടെ മുമ്പിൽ വില പോകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. കർണാടകയിൽ നിങ്ങൾ കളിക്കുന്ന ഈ പേക്കൂത്തുണ്ടല്ലോ, അതങ്ങ് വടക്കേ ഇന്ത്യയിൽ ചെന്ന് കളിക്കുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു. ഇങ്ങ് തെക്കേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ, ഇങ്ങ് കേരളത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ കേരളത്തിൽ അവർ LDFനോടൊപ്പം നിൽക്കുന്നു. ഇവിടെ BJPയും LDFും അല്ലെങ്കിൽ CPM തമ്മിൽ വലിയ തർക്കമാണ്, പരസ്പരം പോരാണ്. ഇതേ JDSഉം BJPയും ചേർന്ന് നിന്നുകൊണ്ട് അങ്ങ് വടക്കേ ഇന്ത്യയിൽ മച്ചാണ്. അങ്ങനെ അവർ ഒന്നിച്ചു പോകുമ്പോൾ അവിടെ അവർ ഭായി കളിക്കുകയും ഇനി കേരളത്തിൽ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അതുകൂടി പറഞ്ഞു പോകണമല്ലോ. അതായത് കേരളത്തിലെ മന്ത്രിമാരും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ഇവിടെ CPMനോടൊപ്പം ചേരുകയും ഇതിനപ്പുറം കർണാടകത്തിലേക്ക് പോകുമ്പോൾ അവിടെ BJPയോടൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം രോഗം, ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ NCPയുടെ ചില നേതാക്കൾ, JDSൻ്റെ ചില നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം ഈ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൺവെൻഷൻ ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി പങ്കെടുത്ത ഒരു ഫംഗ്ഷനായിരുന്നു അത്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ ചുടുചായയും മോദകവും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന NCPയുടെയും JDSൻ്റെയും നേതാക്കളെ കാണാൻ കഴിഞ്ഞത് അവിശ്വസനീയമായിരുന്നു ആദ്യമെങ്കിലും. പിന്നെ ഞാൻ വിശ്വസിക്കുകയായിരുന്നു. ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തനി നിറം വെളിവാവുകയാണ് കേരളത്തിൽ തന്നെ. അപ്പോൾ പിന്നെ കർണാടകത്തിൽ അങ്ങനെ പോസ്റ്റർ അടിച്ച് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? കൃഷ്ണൻകുട്ടി ഇപ്പോൾ അതിന് പകരം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആരോ ചതിച്ചതായിരുന്നു, ഞങ്ങളെ കുടുക്കിയതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ പോസ്റ്റർ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അവകാശവാദം ഉന്നയിച്ചിട്ടുമുണ്ട്, അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ വാർത്തകളാകുമ്പോഴാണല്ലോ ഇങ്ങനെ ചില പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടി വരുന്നത്, തങ്ങളുടെ കളർ പടങ്ങൾ മാറ്റേണ്ടി വരണമെന്ന് പറയേണ്ടി വരുന്നത്. ഇങ്ങനെ വർണ്ണശബളമായിട്ടുള്ള പടത്തിലൊക്കെ വളരെ മിടുക്കന്മാരായിട്ടിരിക്കുന്ന മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയുമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഇവരാണ് പറയേണ്ടത് അവരുടെ നിലപാട് കേരളത്തിൽ പറയണം. എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ LDFനോടൊപ്പമാണോ അതോ BJPക്കൊപ്പമാണോ? നിങ്ങൾ 10 കിലോമീറ്ററിനിപ്പുറം
LDFും 10 കിലോമീറ്ററിന് അപ്പുറം BJPയും ആകുന്ന ഒരു പ്രത്യേകതരം കാറ്റടിക്കുന്ന വ്യക്തികളായി മാറുന്നത് എങ്ങനെയാണ്? ഒരു അസുഖബാധിതരായി തീരുന്നത് എങ്ങനെയാണ്? ഒരു നിലപാടില്ലാത്ത വ്യക്തികളായി മാറുന്നത് എങ്ങനെയാണ്? ഒരു നിലപാടെങ്കിലും വേണ്ടേ? ഞങ്ങൾ JDS ആണ്, ഞങ്ങൾ LDFിനോടൊപ്പമാണ്, ഞങ്ങൾ സോഷ്യലിസ്റ്റ് പ്രസംഗിക്കുന്നവരാണ്, ഞങ്ങളുടെ ഉള്ളിൽ സോഷ്യലിസം നിറഞ്ഞു തുളുമ്പുന്നവരാണ് എന്നുള്ള ചിന്തയുള്ളവരാണല്ലോ നിങ്ങൾ എന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് BJPയോടൊപ്പം ചേർന്ന് പോകാൻ കഴിയുന്നത്? അവരുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെടാൻ കഴിയുന്നത്? അവരുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്നത്? അപ്പോൾ ഇതൊന്നുമല്ല കാര്യം, അധികാരമാണ്. ഇവിടെ LDFിനോടൊപ്പം നിന്നുകൊണ്ട് അധികാരം പങ്കിടുക, അവിടെ BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അധികാരം പങ്കിടുക. അധികാര കൊതിയന്മാരായിട്ടുള്ള വൃത്തികെട്ടവന്മാരാണ് ഇത്തരത്തിലുള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മലയാളി മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക.